ഈ പി യു പെയിൻ്റൊക്കെ എന്നാണ് ഉണ്ടായത്, നീ എന്നെ പേടിപ്പിക്കാൻ നോക്കണ്ട എന്നാണ് ഒരു പെയിൻറ്റർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്നാണ് ഉണ്ടായതെന്നാണ് അറിയേണ്ടത്. ഈ മലയാളി വീട് വയ്ക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി എന്നാണ് ആദ്യം നമ്മൾ അറിയേണ്ടത്. ഓല വീട് ഉണ്ടായിരുന്ന മലയാളി ഓടുവീട്ടിലോട്ട് മാറി. മൺചുമരുകളായിരുന്നു. പറമ്പിലെ മണ്ണൊക്കെ മാന്തിയിട്ട് ഒരു മരപ്പെട്ടിയിലിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഓല വീട്ടിലും ജീവിച്ചിട്ടുണ്ട്, ഓടുവീട്ടിലും ജീവിച്ചിട്ടുണ്ട്, വാർക്ക വീട്ടിലൊക്കെ ജീവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന മലയാളി ചെറിയൊരു മാറ്റം സംഭവിച്ചിട്ട് അധികം വർഷമൊന്നും ആയിട്ടില്ല. പിന്നെ ഈ പി യു പെയിൻറ്റ് എന്ന് പറയുന്നത് സാധാരണ ഓല വീടുകൾക്ക് അടിക്കാറില്ല. അടിക്കുന്നത് നല്ല വീടുകൾക്ക് തന്നെയാണ്. പിന്നെ ഓല വീടിന് അടിക്കാം, കാരണം റിസോർട്ടുകളൊക്കെ പണിയുന്നവർ അത് കംപ്ലൈൻറ്റ് വരാതിരിക്കാനായിട്ട് അടിക്കാറുണ്ട്. അപ്പോൾ ഇതിലൊക്കെ വിഷമം ഉള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള ചില വിവരമില്ലാത്ത പെയിൻറ്റേഴ്സിനാണ്. കാരണം അവർക്ക് വർഷാവർഷം ഓരോ പൂരത്തിനും അതുപോലെ തന്നെ പെരുന്നാളിനും ക്രിസ്മസിനൊക്കെ വീട് പെയിൻ്റ് അടിച്ചിരുന്നവർ 5 വർഷവും 10 വർഷമൊക്കെ ആകുമ്പോഴേ പെയിൻ്റ് അടിക്കുന്നുള്ളൂ. കാരണം നല്ല പെയിൻറ്റുകൾ ഇറങ്ങിയപ്പോൾ കേട് വരുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള പെയിൻറ്റേഴ്സിന് നല്ല വിഷമമായിരിക്കും. പിന്നെ നമ്മളിതുപോലെ എക്സ്റ്റീരിയറിലുള്ള ഇരുമ്പുകളിലും ജനലുകളിലൊക്കെ പി യു പെയിൻ്റ് അടിച്ചാൽ അത് എത്ര കാലം നിൽക്കുമെന്നും അതിനെത്ര വിലയുണ്ടെന്നും അതെങ്ങനെ ചെയ്യണമെന്നൊക്കെ പണി അറിയുന്ന ആളുകൾക്കും വിവരമുള്ള വീട്ടുകാർക്കും അറിയാം. അല്ലാത്തവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. പിന്നെ പണമുള്ളവർ മാത്രമേ ഇത് ഉപയോഗിക്കാറുള്ളൂ.